വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ പോലീസ് കണ്ടെത്തലോടെ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് CPIM. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകളാണെന്ന കണ്ടെത്തലാണ് CPIMനെ വെട്ടിലാക്കുന്നത്. വർഗീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇടത് നയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി CPI സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരനും വിമർശനവുമായി രംഗത്തെത്തി. മതവിദ്വേഷമുണ്ടാക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് CPIMനെ പിന്തുണയ്ക്കുന്ന സൈബർ ഹാൻഡിലുകളാണെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇത് പുറത്തുവന്ന ശേഷം KK ശൈലജ ഒഴികെയുള്ള പാർട്ടി നേതൃത്വത്തിൽ ആരും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മതനിരപേക്ഷത നയമായി സ്വീകരിച്ച പാർട്ടിയുടെ സൈബർ ടീമുകൾ ആ രാഷ്ട്രീയത്തിന് വിപരീതമായ കാര്യത്തിന് പ്രചാരം നൽകിയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അത് CPIMനെ അത്രമേൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതാണ് നേതൃത്വത്തിന്റെ മിണ്ടാട്ടം മുട്ടിച്ചത്. മുഖ്യമന്ത്രിയും ഇന്നലെ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. നാളത്തെ സംസ്ഥാന സെക്രട്ടറി വിഷയം ചർച്ച ചെയ്തേക്കും. അതിനുശേഷമാകും CPIMന്റെ ഔദ്യോഗിക പ്രതികരണം. എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ട് മുന്നണിയുടെ നയമല്ലെന്ന് വ്യക്തമാക്കി CPI രംഗത്ത് വന്നത് CPIMനെ കൂടുതൽ പ്രശസ്തലാക്കിയിട്ടുണ്ട്. ഇടതുവെപ്പുകൾ ചെയ്താലും ശരിയല്ല, പക്ഷേ അത് ഞങ്ങളുടെ നയമല്ല. ഇടതുപക്ഷം അതിൻ്റെ പക്ഷമല്ല. വർഗീയ പ്രചാരവേലയുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ ഞങ്ങളുടേതല്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശൈലജ ടീച്ചർ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. എന്നാൽ റിബേഷിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അതുപോലെ തന്നെ അത് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം. ആ നിലവിലുള്ള സത്യാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ്, അതിൻ്റെ പിറകിൽ ആരൊക്കെ, അതുകൂടി കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മതനിരപേക്ഷതയുടെ ഭാഗമാണ് ന്യൂനപക്ഷ സംരക്ഷണമെന്ന് ഉച്ചത്തിൽ പറയുന്നവരാണ് CPIM. അതേ പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പുകളാണ് ന്യൂനപക്ഷത്തെ അപകടത്തിലാക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് വരുമ്പോൾ പാർട്ടിയുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതാണ് CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.